കക്കാട്ടിയുടെ അഞ്ചുള്ളി റോഡിലൂടെ സഞ്ചാരികൾക്കും നാട്ടുകാർക്കുമുള്ള ദുരിതയാത്ര അവസാനിക്കുന്നില്ല. ആദ്യ റീച്ച് പണി പൂർത്തിയായി. രണ്ടാം റീച്ചിന്റെ പണി നടക്കാത്തതാണ് യാത്ര ദുരിതത്തിനിടയാക്കുന്നത്. രണ്ടാം റീച്ചിന്റെ നിർമ്മാണത്തിന് മുൻ സർക്കാർ 50 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാന കേന്ദ്രമാണ് അഞ്ചുരുളി. എന്നാൽ ഇവിടേക്കുള്ള റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ത്രിതല പഞ്ചായത്ത് അധികൃതരെയും സർക്കാർ സംവിധാനങ്ങളെയും നിരവധി തവണ ജനങ്ങൾ സമീപിച്ചതാണ്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. മുൻ സർക്കാരിൽ ജലസേചന മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ തന്റെ അവസാന വർഷം 2 റീച്ചുകളിലായി 90 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിരുന്നു. ഇതിൽ ആദ്യ റീച്ച് പണിതല്ലാതെ രണ്ടാം റീച്ചിന്റെ പണി ആരംഭിക്കുക പോലും ചെയ്തിട്ടില്ല. കക്കാട്ടുകട മുതലുള്ള 2 കിലോമീറ്റർ ദൂരമാണ് ഈ ദുരവസ്ഥയിൽ കിടക്കുന്നത്. മഴക്കാലമായില്ലേ, വഴി ഭയങ്കരമായിട്ട് പൊളിഞ്ഞു കിടക്കുന്നു. വഞ്ചിലേക്കുള്ള പോക്ക് ഭയങ്കര ദുരിതമാണ്. ആയിരക്കണക്കിന് വണ്ടി വരുന്ന വഴിയാണ്. ഭയങ്കര ദുരിതമാണ്. എത്രയും പെട്ടെന്ന് ഇതിന്റെ അധികാരികളെ ഒരു നടപടി എടുക്കണമെന്ന് നമുക്ക് പറയാം. ആദ്യ റീച്ചിന് 40 ലക്ഷം രൂപയും രണ്ടാം റീച്ചിന് 50 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ആദ്യ റീച്ചിന്റെ പണി പൂർത്തിയായിട്ടും രണ്ടാം റീച്ചിന്റെ ആരംഭിക്കുക പോലും ചെയ്തിട്ടില്ല. റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് വലിയ യാത്രാ ദുരിതമാണ് ഉണ്ടാകുന്നത്. ദിവസേന 100 കണക്കിന് സഞ്ചാരികൾ അഞ്ചുരുളിയിലേക്ക് യാത്ര ചെയ്യേണ്ട റോഡാണ് ഈ ദുരവസ്ഥയിൽ കിടക്കുന്നത്. ദുരവസ്ഥയിലായ റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.